എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ജീഗൺ വില്ലൻ അവനാണെങ്കിൽ നറൂട്ടോയെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവന് വെല്ലുവിളിയായി ഇപ്പൊ സാസുക അവനും അവിടേക്ക് എത്തും. ജീഗൺ ആണെങ്കിൽ സാസുകയെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയും. ഓ, നീയല്ലേ നറൂട്ടോയുടെ ബെസ്റ്റ് ഫ്രണ്ട് സാസുക. കാഗയുടെ ചക്ര പവർ അത് സെൻസ് ചെയ്ത് നീയും ഇവിടേക്ക് എത്തിയല്ലേ. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ വെച്ച് ഞാൻ തല്ലിക്കൊല്ലും. അത് കേട്ട് നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി ചിരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവനോട് പറയും, എന്തായാലും ഈ ഒരു ഡയമെൻഷനിലേക്ക് വന്നത് വളരെ നന്നായി, കാരണം ബാക്കി ആർക്കും ഈ ഒരു അറ്റാക്കിൽ പരുക്ക് പറ്റില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ കൊസുക്കി വില്ലന്റെ തവള അവനും ആ ടെലിപ്പോർട്ടേഷനിൽ പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വില്ലനാണെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും മെയ്റ്റ്സുകയും അവരാണെങ്കിൽ ഇപ്പൊ വീട് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടുകയാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ബൊറൂട്ടോയുടെ ബോഡിയിലുണ്ടായിരുന്ന ആ കർമ്മ പവർ അതിപ്പോ പതിയെ ഡിസപ്പിയർ ആവും. മെയ്റ്റ്സുകയാണെങ്കിൽ ആ കാര്യം നോട്ടീസ് ചെയ്യും. ഇവിടെ നമ്മുടെ മറഡ അവള് സ്പെഷ്യലായിട്ട് വാങ്ങിയ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് കവാക്കി അന്വേഷിച്ച് നറൂട്ടോയുടെ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും അവൾ ആ കാഴ്ച കാണുക. സെക്യൂരിറ്റി ഗാർഡും കൊനഹമാരും അവർ രണ്ടുപേരും മുഴുവൻ ഒരുപാട് റാഡൊക്കെ തറച്ച് അങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. സാറുടെ ആ കാഴ്ച കണ്ട് സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. മാസ്റ്റർ കൊനഹമാരു, നിങ്ങൾക്ക് എന്തു പറ്റിയും ചോദിച്ച് അവൾ ആളുടെ അടുത്തേക്ക് ഓടിയെത്തും. അവളാണെങ്കിൽ പാനിക്കായിട്ട് ചുറ്റും നോക്കും. അപ്പൊ വീടിന്റെ അകത്ത് കവാക്കി ഇരിക്കുന്നത് കാണുകയാണ്. അവൾ ഓടി വന്ന് കവാക്കിയോട് കാര്യം തിരക്കും. നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഈനോ അവളാണെങ്കിൽ വളരെ പവർഫുള്ളായ ഒരു ചക്ര പവർ സെൻസ് ചെയ്ത കാര്യവും അതുപോലെ തന്നെ നറൂട്ടോ അവൻ ഇവിടുന്ന് ഡിസപ്പിയർ ആയിട്ടുണ്ടെന്നുള്ള കാര്യവും ഷിക്കമാരുവിനെ അറിയിക്കും. ഉടനെ അവൻ കമാൻഡർ സ്ഥാനം ഏറ്റെടുത്ത് എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇതാ ഇവിടെ നറൂട്ടോ അവനാണെങ്കിൽ റെസ്രങ്ങൺ പവർ ഉപയോഗിച്ച് ജീഗണ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ അത് ജീഗണാണ്. അവനാണെങ്കിൽ നറൂട്ടോയുടെ എല്ലാ അറ്റാക്കിലും തെന്നിമാറി അവന്റെ റാഡ് ഉപയോഗിച്ച് നറൂട്ടോയെ ലോക്ക് ചെയ്യും. ആ ഗ്യാപ്പിൽ സാസുക അവൻ ജീഗന്റെ അടുത്തേക്ക് വന്ന് ജീഗനുമായിട്ട് ഫൈറ്റ് ചെയ്യും. സാസുകയാണെങ്കിൽ നറൂട്ടോട് വിളിച്ചു പറയും, നറൂട്ടോ, എനിക്കൊരു അല്പസമയം അത് ആവശ്യമാണ്. കാര്യം പിടികിട്ടിയ നറൂട്ടോ ആണെങ്കിൽ അവന്റെ കുറാമ പവർ ഉപയോഗിച്ച് ഒരുപാട് ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ജീഗനുമായിട്ട് പൊരിഞ്ഞ അട്ടയിടിയ ബഹളം. ജീഗൻ സെക്കൻഡുകൾ കൊണ്ട് നറൂട്ടോയുടെ ഓരോരോ ക്ലൗൺസിനെയും തല്ലി തല്ലി കൊല്ലും. ഒരു സമയം കഴിയുമ്പോൾ സാസുക അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നറൂട്ടോട് പറയുകയാണ്. സാസുകയാണെങ്കിൽ നിലവിളിച്ചു പറയും, നറൂട്ടോ, അവൻ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവൻ ഇൻവിസിബിൾ ആവുകയല്ല, മറിച്ച് അവൻ ചെറുതാവുകയാണ്. പാഡ് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന അതേ സെക്കൻഡുകൾ കൊണ്ട് അവൻ അവന്റെ സൈസ് ചെറുതാക്കി നമ്മുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. ജീഗനാണെങ്കിൽ അത് കേട്ട് കുറച്ച് ഇംപ്രസ്ഡ് ആവും. അവൻ സ്റ്റൈലായിട്ട് നടന്നു വന്ന് സാസുകയോട് പറയും, ഓ, നീ നിന്റെ റെസർഗൺ പവറും നീ നിന്റെ ഷെരിങ്ങ കണ്ണും റെനിയങ്ക കണ്ണും അത് രണ്ടും കമ്പൈൻ ചെയ്ത് എന്റെ സീക്രട്സ് അതൊക്കെ കണ്ടുപിടിച്ചു അല്ലേ. അതുകൊണ്ട് തന്നെ സാസുകെ, നിന്നെയാണ് ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞ് ജീഗൻ അവൻ അവർക്കിടയിലേക്ക് ചാടിയെത്തും. അവിടെ സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരുടെ പവറുകൾ ഒരുമിച്ച് ജീഗന്റെ നേരെ പ്രയോഗിക്കുകയാണ്. സാസുകയാണെങ്കിൽ അവന്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ജീഗനെ അറ്റാക്ക് ചെയ്യും. നറൂട്ടോ ആണെങ്കിൽ റെസർഗൺ പവറും റാമ പവറും കമ്പൈൻ ചെയ്ത് പൊരിഞ്ഞ പോരാട്ടം. അങ്ങനെ മണിക്കൂറുകളോളം അവരങ്ങനെ നിർത്താതെ ഫൈറ്റ് ചെയ്യും. നറൂട്ടോ ആണെങ്കിൽ ജയന്റ് റെസർഗൺ അത് അവന് നേരെ പ്രയോഗിക്കും. അവനാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയാണ്. നറൂട്ടോ അവനവന്റെ കണക്കുകൂട്ടലുകൾ അത് കാര്യമായിട്ട് നടത്തും. സാസുകയാണെങ്കിൽ അവന്റെ സ്ക്വാഡുമായി ഇപ്പോൾ ജീഗന്റെ അടുത്തെത്തും. പക്ഷെ ഞൊടിയിടയിൽ അവർക്കെല്ലാവർക്കും ഒരു ട്വിസ്റ്റ് കൊടുത്ത് അവൻ ടെലിപ്പോർട്ടായി അവിടുന്ന് പോകും. അതിനുശേഷം അല്പസമയം കഴിയുമ്പോഴേക്കും അവൻ തിരിച്ച് ടെലിപ്പോർട്ടായി അവിടേക്ക് എത്തും. അവിടേക്ക് എത്തിയ ജീഗനാണെങ്കിൽ ഒരു മോൺസ്റ്റർ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആവുകയാണ്. ഇവിടെ സാറഡ അവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ വിവരം അറിയിച്ച് ആ ഗാർഡിനെയും കൊനഹമാരുവിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ബൊറൂട്ടോ അവിടേക്ക് ഓടിയെത്തും. അവൻ കാര്യം അന്വേഷിക്കും. നടന്ന കാര്യങ്ങള് സാറഡ അവളാണെങ്കിൽ ഇപ്പൊ അവനോട് പറയാണ്. കവാക്കി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവാണ്. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഞാൻ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. എത്രയും വേഗം ജീഗനെ കണ്ടെത്തി നറൂട്ടോയെ അദ്ദേഹത്തെ എനിക്ക് രക്ഷപ്പെടുത്തണം. ജീഗനാണെങ്കിൽ അവന്റെ കൈ കാണിച്ചു കൊടുക്കും. നറൂട്ടോയ്ക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല, കാരണം ആളുടെ ചക്ര പവർ കൊണ്ടാണ് എന്റെ പ്രോസ്തറ്റിക് ആം ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും സമാധാനം. അതേസമയം ഇവിടെ ആസുകയാണെങ്കിൽ നറൂട്ടോട് പറയും, ആ ഒട്സുജി ക്ലാനിലുള്ള എല്ലാവരെയും ഞാൻ കണ്ടു, പക്ഷെ അതില് പുതുതായിട്ട് ഒരാൾ കൂടെ ഉണ്ട്. എന്റെ ഫേസ് എനിക്ക് പ്രോപ്പറായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് ഈ ജീഗനാകാനാണ് സാധ്യത.
നറൂട്ടോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടുകയാണ്. സാസുക അങ്ങനെ ടേൺ ചെയ്ത് ജീഗനോട് ചോദിക്കും, സത്യം പറയും, ടെൻടൈലിന്റെ അടക്കം പവർ അബ്സോർബ് ചെയ്ത് നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണത്? ജീഗനാണെങ്കിൽ അതിന് സൈലന്റ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം സാസുക അവൻ നറൂട്ടോട് അടിച്ചു പറയും, ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടാൻ പാടില്ല, ഇവനെ ഇവിടെ വെച്ച് തന്നെ കൊന്നു തള്ളണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ സുസാന പവർ എടുക്കുകയാണ്. അത് കണ്ട് ബൊറൂട്ടോ അവന്റെ കുറാമ പവർ പൂർണ്ണമായിട്ട് എടുത്ത് രണ്ടുപേരും ഇപ്പൊ ജീഗന് നേരെ തിരിയും. സാസുകയാണെങ്കിൽ സുസാനയുടെ സ്ക്വാഡ് അത് വെച്ച് അവന് നേരെ ആഞ്ഞു വീശും. പക്ഷെ എല്ലാ സ്ക്വാഡ് അറ്റാക്കിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെടുകയാണ്. ഓ, ഇതാണോ നിന്റെ സുസാന പവറൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഇതിന്റെ സ്പീഡ് വളരെ കുറവാണ്, ഇനി ഇതിന്റെ ഡിഫെൻഡിങ് പവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ സുസാനയെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്ത് സുസാനയ്ക്കുള്ളിലുള്ള സാസുകയെ പോലും ഈസി ആയിട്ട് അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. അവനാണെങ്കിൽ സാസുകയെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് റാഡ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ റെനീങ്ക പവർ അതുപയോഗിച്ച് സാസുകയാണെങ്കിൽ ഇപ്പൊ അവനെ തന്നെ സ്വാപ്പ് ചെയ്ത് അവിടേക്ക് കുറാമയെ കൊണ്ടുവരാണ്. കുറാമ അതിന്റെ പവർ ഉപയോഗിച്ച് ജീഗണെ നിർത്താതെ അറ്റാക്ക് ചെയ്യും. ജീഗണാണെങ്കിൽ ഇപ്പൊ 9-നുള്ളിലെ നറൂട്ടോയെ അവനെ അടിച്ചു വെളിയിലിടും. നറൂട്ടോ ആണെങ്കിൽ അങ്ങനെ വെട്ടിത്തെരിഞ്ഞ് റസറങ്ങണ്ണുമായി നേർക്ക് വീണ്ടും പാഞ്ഞടുക്കും. പക്ഷെ അവൻ ബുദ്ധിമാനാണ്, അവൻ ആ പവറിൽ നിന്ന് രക്ഷപ്പെടും. അവൻ ആ റസറങ്ങൺ പവറിൽ നിന്നും ബുദ്ധിപരമായിട്ട് രക്ഷപ്പെടും. അത് കണ്ട സാസുക സ്ക്വാഡുമായിട്ട് അവന് നേരെ ചാടി വീഴും. ജീഗണാണെങ്കിൽ ആ സ്ക്വാഡ് അവന്റെ റാഡ് ഉപയോഗിച്ച് പ്രിവെന്റ് ചെയ്ത് സാസുകയും തട്ടിത്തെറിപ്പിക്കും. സാസുകയാണെങ്കിൽ ഇപ്പൊ 18ാമത്തെ അടവായിട്ടുള്ള അമത്രാസ് ഫയർ അത് അവന്റെ നേർക്ക് പ്രയോഗിക്കും. ജീഗണാണെങ്കിൽ ക്യാഷ്വലായിട്ട് ചിരിക്കും, ഓ, ഈ അമത്രാസ് ഫയർ ഉപയോഗിച്ച് നീ എന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? നിങ്ങൾ രണ്ടുപേരും വെറും തോൽവികളാണ്, നിങ്ങളെ കൊണ്ട് എന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ആ അമത്രാസ് ഫയറും അബ്സോർബ് ചെയ്തെടുക്കും. സാസുകയാണെങ്കിൽ നറൂട്ടോട് പറയും, എന്റെ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് അതിപ്പോ ഏകദേശം എക്സ്പയർ ആയിരിക്കുകയാണ്, ഇനി എന്റെ കയ്യിൽ വളരെ കുറവ് പവർ മാത്രമാണ് ഉള്ളത്. അതേസമയം ജീഗന്റെ ബോഡിയിലുണ്ടായിരുന്ന സ്റ്റോണ് അതങ്ങനെ പതിയെ ക്രാക്ക് ആവും. തവളയിലൂടെ ആ കാഴ്ച കണ്ട കോജിക് വില്ലൻ അവൻ മനസ്സിലാക്കും ജീഗന്റെ പവറും നന്നായിട്ട് കുറഞ്ഞു എന്ന്. ഇനി അവൻ ഫൈറ്റ് ചെയ്താൽ ഒരുപക്ഷെ ആ ഫൈറ്റിൽ അവൻ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ജീഗണാണെങ്കിൽ വീണ്ടും റാഡ് വെച്ച് നമ്മുടെ ആൾക്കാർ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം നറൂട്ടോട് പറയും, നറൂട്ടോ, രണ്ടുപേരെയും കൊല്ലാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കും, പക്ഷെ നിന്റെ ബോഡിയിലെ 9-ടൈൽ പവർ അതെനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഡയമെൻഷനിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ലോക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു സ്റ്റോൺ അവൻ അവിടേക്ക് കൊണ്ടുവരും. പക്ഷെ നറൂട്ടോയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും, അവന്റെ വയറ്റിലെ ആ സ്റ്റോൺ ക്രാക്ക് ആയിരിക്കുകയാണ്. സോ അവന് ഇനി അധികം പവറൊന്നുമില്ല. നറൂട്ടോയുടെ ബോഡിയിലുള്ള 9-ടൈൽ പവർ അതിപ്പോൾ പതിയെ പുറത്തേക്ക് വരികയാണ്. അതേസമയം ജീഗൺ പറയും, ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം കവാക്കിയെയും അതുപോലെ തന്നെ നറൂട്ടോ നിന്റെ മകനെയുമാണ്, അവരുടെ ഉള്ളിലെ ആ കർമ്മ പവറാണ് എനിക്ക് വേണ്ടത്. ജീഗൺ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് സാസുകയെ കൊല്ലാനായി അവന്റെ അടുത്തേക്ക് വരികയാണ്. നറൂട്ടോ ആണെങ്കിൽ സാസുകയോട് വിളിച്ചു പറയും, സാസുക, എത്രയും വേഗം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നെ കൊന്നുകളയും. പക്ഷെ സാസുകയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ കിടക്കുകയാണ്. നറൂട്ടോ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് ജീഗനെ തടയാൻ ശ്രമിക്കും. പക്ഷെ ക്ലൗൺസുകളെല്ലാം ജീഗൺ തട്ടിത്തെറിപ്പിച്ച് അവന്റെ അടുത്തേക്ക് നടന്നടുക്കും. നറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ സാസുകയെ നോക്കി അലറും. വേറെ വഴിയില്ലാതെ അവൻ ട്രാൻസ്പോർട്ടായി സാക്കുറയുടെ അടുത്തേക്ക് അങ്ങനെ വന്ന് അടിച്ചു വീഴുകയാണ്. ഇവിടെ ജീഗണാണെങ്കിൽ നറൂട്ടോട് പറയും, നീ നിന്റെ ഫ്രണ്ടിനെ രക്ഷപ്പെടുത്തിയല്ലേ, പക്ഷേ രക്ഷപ്പെടുത്താനായിട്ട് ആർക്കും കഴിയില്ല, ഈ ഡാർക്ക്നെസ്സിൽ കടന്ന് നീ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ജീഗൺ അവൻ അവിടെ നിന്ന് കടന്നു പോകും. അവൻ പോകുന്നതിന് മുൻപായിട്ട് നറൂട്ടോയെ വലിയൊരു ടോണിന്റെ ഉള്ളിൽ സീൽ ചെയ്ത് അവിടുന്ന് ടെലിപ്പോർട്ടായി പോവാണ്. ഇവിടെ കോജിക് വില്ലൻ ആണെങ്കിൽ ജീഗന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത സന്തോഷത്തിൽ അവിടുന്ന് ഇൻവിസിബിൾ ആവും. കട്ട് ചെയ്ത ഇവിടെ കവാക്കിയും ടീമിനെ കാണിക്കും. കവാക്കിയുടെ പ്രോസ്തറ്റിക് ആമില് നറൂട്ടോടെ ഒരു ഫോട്ടോ ഉണ്ട്. അടുത്ത നിമിഷം അവരെല്ലാവരും നോക്കി നിൽക്കെ ആ പ്രോസ്തറ്റിക് ആം അതങ്ങനെ ഊരി താഴേക്ക് വീഴുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. കാരണം നറൂട്ടോയുടെ ബോഡിയിലെ ചക്ര പവർ അത് സ്റ്റോപ്പ് ആയെങ്കിൽ മാത്രമേ ആ പ്രോസ്തറ്റിക് ആം അത് ഡിഫ്യൂസ് ആവുകയുള്ളൂ. സോ നറൂട്ടോയ്ക്ക് എന്തോന്ന് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അവരങ്ങനെ ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.